ഹായ് ഡിയേഴ്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് അപ്രിഷ്യേറ്റിംഗ് പോയട്രിയിൽ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് വരുന്ന ബേസിക് എലമെൻറ്റ്സ് ഓഫ് പോയട്രി ആണ്. അതിൽ ഫസ്റ്റ് സബ് ടോപ്പിക്ക് വരുന്നത് പ്രോസ് സ്റ്റഡി ആണ്. പ്രോസ് സ്റ്റഡി എന്താണ്? പ്രോസ് സ്റ്റഡി ഇസ് ദ സ്റ്റഡി ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് വിച്ച് കോൺട്രിബ്യൂട്ട്സ് ടുവേർഡ്സ് ദ റിതമിക് എഫക്റ്റ് ഇൻ ദ പോയട്രി ആൻഡ് ഓൾസോ ഓൺ ദ പ്രോസ്. അതായത് നമ്മൾ റിതമിക് എഫക്റ്റ് കൊടുക്കുന്ന, അതായത് ഒരു പ്രോസ് ഓർ പോയട്രിയിൽ റിതമിക് എഫക്റ്റ് കൊടുക്കുന്നതിൻ്റെ പഠനമാണ് ഈ പ്രോസ് സ്റ്റഡി എന്ന് പറയുന്നത്. അത് എല്ലാ ആസ്പെക്ട്സും ഇൻക്ലൂഡ് ചെയ്ത് അതിന് പഠിക്കുന്നതിനെയാണ് ഈ പ്രോസ് സ്റ്റഡി എന്ന് പറയുന്നത്. അതേപോലെ പ്രോസ് സ്റ്റഡീനെ ഇങ്ങനൊരു രീതിയിലും പറയാം, ഇറ്റ് ഈസ് ദ പാറ്റേൺ ഓഫ് റിതം ആൻഡ് സൗണ്ട് യൂസ് ഇൻ പോയട്രി. നമ്മൾ പോയട്രിയിൽ യൂസ് ചെയ്യുന്ന സൗണ്ട് ഇല്ലെങ്കിൽ ഒരു റിതം ഇല്ലെങ്കിൽ സൗണ്ട് യൂസ് ചെയ്യുന്ന ഒരു രീതി ഓർ പാറ്റേൺ, ഇതിനെയും കൂടി നമ്മൾ പ്രോസ് സ്റ്റഡി ആയിട്ട് കോമൺ ആയിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ പ്രോസ് സ്റ്റഡി എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് വിച്ച് കോൺട്രിബ്യൂട്ട്സ് ടുവേർഡ്സ് ദ റിതമിക് എഫക്റ്റ് ഇൻ ദ പോയട്രി ആൻഡ് ഓൾസോ ഓൺ പ്രോസ്. പോയട്രിയിൽ മാത്രമല്ല കേട്ടോ ഒരു പ്രോസ് സ്റ്റഡി ഉണ്ടാവുക, ഇറ്റ് ഈസ് ഓൾസോ ഇൻ ദ പ്രോസ്. പ്രോസിനും ഉണ്ടാകുന്നൊരു കാര്യം തന്നെയാണ് പ്രോസ് സ്റ്റഡി. പ്രോസിൻ്റെയും സ്റ്റഡിയാണ് പ്രോസ് സ്റ്റഡി എന്ന് പറയുന്നത്. അത് പിന്നെ ഒരു റിതമിക് പാറ്റേൺ ആണ്. പ്രോസ് സ്റ്റഡി ഓൾസോ മീൻ ദ റിതമിക് പാറ്റേൺ ഓഫ് റിതം ആൻഡ് ദ സൗണ്ട് യൂസ് ഇൻ പോയട്രി. സൗണ്ടും റിതമും യൂസ് ചെയ്യുന്ന പാറ്റേൺ ആണ് പോയട്രി. ഓക്കെ, അപ്പം നെക്സ്റ്റ് വരുന്നത് റിതമാണ്. അപ്പം സ്റ്റഡി ഓഫ് ആസ്പെക്ട്സ് ആണ്. റിതമിൻ്റെ ആസ്പെക്ട്സ് പഠിക്കുന്നതാണ് പ്രോസ് സ്റ്റഡി. അപ്പോൾ എന്താണ് റിതം എന്നും കൂടി അറിയണ്ടേ? ഓക്കെ, നമ്മൾ എക്സാം ബേസിൽ എഴുതുമ്പോൾ റിതം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കണ്ടന്റ് വരാതെ അത് ഏതൊരു കാര്യത്തിലും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, നമ്മളിപ്പോൾ പോയട്രി ഡിസ്കസ് ചെയ്തെങ്കിൽ ഒരു പോം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് പോം പറയാതെ പോമിൻ്റെ ഓതർ ഓർ നറേറ്റർ ഇതിനെ കുറിച്ച് പറയുന്നത് നല്ലതാണ്. അപ്പം ഈ റിതമിൽ വരുമ്പം റിതം ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് റിതമോസ് വിച്ച് മീൻസ് ദ സെൻസ് ഓഫ് ഫ്ലോ. അത് ഒരു സെൻസ് ഓഫ് ഫ്ലോ ആണ് ഈ ഗ്രീക്ക് വേർഡ് റിതമോസിൽ നമുക്ക് പറയാൻ പറ്റുക. ഇത് ഡിറൈവ് ചെയ്ത ഒരു ഗ്രീക്ക് വേർഡാണ്. ദ മീൻ എ സെൻസ് ഓഫ് ഫ്ലോയിങ് സെൻസ് ഒരു സെൻസ് ഉണ്ടാവും. ഒരു ഫ്ലോന് നോർമൽ ഫ്ലോയിൽ ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു സെൻസ് ഉള്ള ഫ്ലോനെയാണ് റിതമോസ് എന്ന് പറയുന്നത്. And also caused by the arrangement of stressed and unstressed syllable. സ്ട്രെസ്ഡും അൺസ്ട്രെസ്ഡും സിലബിൾ വെച്ച് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ബേസ്ഡ് ചെയ്ത് വരുന്നതാണ് ഒരു റിതമോസ് ഓർ എ റിതം എന്ന് പറയുന്നത്. അത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ സിമ്പിൾ അറേഞ്ച്മെൻ്റ് അല്ല, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ അറേഞ്ച്മെൻറ്റ്. നമ്മളൊരു പോം കേൾക്കുകയാണെങ്കിൽ അതൊരു റിതം ഉണ്ടാവും. ആ റിതം ഉണ്ടാകുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ അറേഞ്ച്മെൻറ്റ് ഓഫ് സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് ആയിരിക്കും. ഒരു അറേഞ്ച്മെൻറ്റ് അത് അവിടെയും ഇവിടെയും ഉണ്ടായിരുന്ന ഒരു സിലബിൾ അറേഞ്ച്മെൻ്റ് അല്ല ഒരു പോയട്രിക്ക് ഉണ്ടാകുന്ന ഒരു കറക്റ്റ് സെൻസ് ഓഫ് വ്യൂ ഓർ സെൻസ് ഓഫ് ഫ്ലോയിൽ ഉണ്ടാവുന്ന ഒരു റിതമിക് പാറ്റേൺ ഉണ്ടാവാറുണ്ട് റിതം. അപ്പം ഇതാണ് ഒരു റിതമിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. റിതം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് റിതമോസ് വിച്ച് മീൻസ് ദ സെൻസ് ഓഫ് ഫ്ലോയിങ് caused by the arrangement of stressed and unstressed syllable. Syllable എന്താണെന്ന് അറിയില്ല. ഇറ്റ് ഈസ് എ സ്മോൾ യൂണിറ്റ് ഓഫ് സൗണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് വന്ന് മീറ്ററാണ്. മീറ്റർ പറയുമ്പം ഇറ്റ് ഈസ് സംതിങ് ടു മെഷർ. മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളൊരു വേർഡ്സിൽ ഉണ്ടാകുന്ന കാര്യം മെഷർ ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് സെഡ് ആസ് മീറ്റർ ഇസ് ഡിസൈഡഡ് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് ഫീറ്റ് യൂസ് ഇൻ എ ലൈൻ ഓഫ് വേഴ്സ്. വേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ പോയട്രിക് ലൈനാണ് വേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് വന്ന് എങ്ങനെയാണ് ഒരു നമ്പർ ഓഫ് ഫീറ്റ്, ഒരു മെഷർമെൻറ്റിനെയാണ് നമ്മൾ ഈ മീറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ മീറ്ററിൽ തന്നെ കുറേ ടൈപ്പ് ഓഫ് മീറ്റർ ഉണ്ട്. അത് അതേപോലെ മീറ്ററിൽ തന്നെ കുറേ ഈ ഫീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. ലൈക്ക് അയാംബിക് ഫീറ്റ്, സ്ട്രെസ്ഡ്, അത് എങ്ങനെയാണ്? അൺസ്ട്രെസ്ഡ് ഫോളോ ബൈ ദ സ്ട്രെസ്ഡ്, അതാണ് അയാംബിക്. പിന്നെ അതുപോലെ കുറച്ച് ഫീറ്റ് ഉണ്ട്, നമ്മൾ ഇതിന് മുന്നത്തെ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതാണ് ദ നമ്പർ ഓഫ് ഫീറ്റ്. ഈ ഫീറ്റിൻ്റെ നമ്പേഴ്സിനെയാണ് വേറൊരു ഫീറ്റും ഈ മീറ്ററും കൂടി
കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതാണ് ഒരു ഫീറ്റ് ഉണ്ടെങ്കിൽ അറ്റ് ഇസ് മോണോമീറ്റർ 1 feet ആണ്, ഡയമീറ്റർ 2 feet, ട്രൈമീറ്റർ 3, ടെട്രാമീറ്റർ 4, പെൻറ്റാമീറ്റർ 5, ഹെക്സാമീറ്റർ 6, ഹെപ്റ്റാമീറ്റർ 7 ആൻഡ് ഒക്ടാമീറ്റർ 8. അപ്പം ഫീറ്റ് വേറെ എക്സ്പ്ലനേഷൻ ആണ്. അത് കുറേ ഫീറ്റ് ഉണ്ട്, അയാംബിക്, ട്രൊച്ചി, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് ഫീറ്റ് ഉണ്ട്. ആ ഫീറ്റ് ദാറ്റ് ഈസ് കോൾഡ് വാട്ട് ഈസ് ഫീറ്റ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മീറ്ററും ഫീറ്റും, അതായത് മീറ്റർ വന്ന് മെഷർമെൻറ്റിനാണ്. അപ്പം എത്ര മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ അത് മോണോമീറ്ററാണ്. 1 ഇറ്റ്സ് കോൾ ഫോർ മോണോ, ഡൈ ഇറ്റ്സ് കോൾ ഫോർ 2, ട്രൈ ഇസ് ഫോർ 3. അപ്പം ഇങ്ങനെ അതിൻ്റെ കൂടെ 4 വരികയാണെങ്കിൽ 3 വരികയാണെങ്കിൽ ട്രൈമീറ്റർ. ഓക്കെ, അപ്പം മീറ്ററും നമ്പേഴ്സ് ആൻഡ് ദ മീറ്റർ ഇസ് combined and that is specified in the numbers or the different names like mono, di, tri meters, that is defined in different names. ഹോപ്പ് സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത്. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള റൈമാണ്. റൈം എന്ന് പറയുമ്പം വി ഓൾ ആർ ഫെമിലിയർ വിത്ത്. നമ്മൾ ചെറിയ നാൾ മുതൽ ഒരു റൈം എന്താണ്, റൈമിങ് സ്കീം എന്താണെന്ന് പഠിച്ചു വന്ന ആൾക്കാരാണല്ലേ. അപ്പം റൈം എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ദ സിമിലാരിറ്റി ഓഫ് ദ സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ വേഴ്സ് ലൈൻ. വേഴ്സ് ലൈൻ്റെ എൻഡിൽ ഉണ്ടാവുന്ന സൗണ്ടിൻ്റെ സിമിലാരിറ്റീസിനെയാണ് നമ്മൾ റൈം എന്ന് പറയുന്നത്. മനസ്സിലാ പറയാം, റൈം ഇസ് എ സിമിലാരിറ്റി ഓഫ് ദ സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് വേഴ്സ് ലൈൻ. വേഴ്സ് ലൈനിൽ ഉണ്ടാവുന്ന സിമിലാരിറ്റി ഓഫ് സൗണ്ടിനെയാണ് നമ്മൾ റൈം എന്ന് പറയുന്നത്. റൈം അതേപോലെ 3 ടൈപ്പായിട്ട് ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കുറേ കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ദ തീം വാട്ട് ദേ ആർ പ്രസൻറ്റഡ് ഇസ് ഇത്രേ ഉള്ളൂ, വെരി ഷോർട്ടാണ്. റൈം ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 types. 3 ടൈപ്പായിട്ട് ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് ഹാർഡ് റൈം, സോഫ്റ്റ് റൈം ആൻഡ് ഇൻറ്റേർണൽ റൈം. ഈ 3 ടൈപ്പ് ഓഫ് റൈമായിട്ട് ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് വൺ ആണ് ഹാർഡ് റൈം. ഹാർഡ് റൈം എന്താണ്? ഇറ്റ് ഈസ് ദ റൈം ഇൻ ദ വിച്ച് ദ ഫൈനൽ ആസൻ വോവൽ and the succeeding consonant or syllable are identical which the preceding consonant are different. അതായത് റൈമിലുണ്ടാവുന്ന ലാസ്റ്റ് ആക്സെൻറ്റ് വോവൽ ഉണ്ടല്ലോ, വോവൽ എന്ന് ആൻഡ് ഓൾ സക്സീഡിങ് കോൺസണൻസ്, വോവൽ കഴിഞ്ഞിട്ടുള്ള കോൺസണൻസും ഇല്ലെങ്കിൽ സിലബിളും നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രിസീഡിങ് കോൺസണൻസ് വന്ന് ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കാം. ബട്ട് ദ വോവൽ സൗണ്ടും സക്സീഡിങ് കോൺസണൻസും സെയിം ആയിരിക്കും. ഈ ഹാർഡ് റൈമിനെ നമ്മൾ ഇനിയൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് റൈം. ആ റൈം നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് റൈം. ദെൻ നെക്സ്റ്റ് വരുന്ന സോഫ്റ്റ് റൈം ആണ്. സോഫ്റ്റ് റൈം എന്ന് പറയുമ്പം ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ റൈം in which stressed syllable of ending consonant match, however preceding vowel sound does not match or do not match. Preceding vowel sound matching alla, but the stressed syllable of ending consonants vanna stressed syllable, mainly not that point, stressed syllable of ending consonants match. Ending varna consonants match ആണ്, പക്ഷേ പ്രിസൈഡിങ് വൊവൽ സൗണ്ട് ഇസ് നോട്ട് മാച്ച്. ഓക്കെ, ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഐ ഹാവ് ഗിവൻ സം എക്സാമ്പിൾ ഫോർ ദാറ്റ്. നമുക്കിതിൽ കാണാൻ പറ്റും ഹാർഡ് റൈമും സോഫ്റ്റ് റൈമിൻ്റെയും എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹാർഡ് റൈമിൽ വന്ന ക്രൈം ആൻഡ് ടൈം. ക്രൈം അതിൽ ഐ സൗണ്ടാണ്, വൊവൽ സൗണ്ടായിട്ട് വന്ന ഐ സൗണ്ട് അവിടെ ക്ലിയർ ആണ്. ആൻഡ് നമുക്ക് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ക്ലിയർ സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് സോഫ്റ്റ് റൈമായിട്ട് വരുന്നതിൽ ലാസ്റ്റ് ടേസ്റ്റ് ആ സൗണ്ട് അല്ലേ, അത് മാച്ചിങ് ആണ്. അതായത് എൻഡിങ് വേർഡ് സ്ട്രെസ്ഡ് ആണ്, ടേസ്റ്റ്, ലാസ്റ്റ്. അപ്പം എൻഡിങ് സൗണ്ട് വന്ന് സ്ട്രെസ്ഡ് സൗണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് വോവൽ സൗണ്ട് മാച്ചിങ് ഇല്ല, വലിയ മാച്ചിങ് ഫീൽ ചെയ്യണില്ല. ഓക്കെ, അപ്പം നെക്സ്റ്റ് വരുന്നത് ഇൻറ്റേർണൽ റൈം ആണ്. ഇൻറ്റേർണൽ റൈം നമുക്ക് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എൻ ഇൻറ്റേർണൽ റൈം, നമുക്കിതൊരു മിഡിൽ റൈമായിട്ട് പറയാൻ പറ്റും. മിഡിൽ റൈം എന്താണെന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ളതിൽ നമുക്ക്
ഹാർഡ് റൈമിലും സോഫ്റ്റ് റൈമിലും നമുക്ക് എൻഡിങ് വന്ന് മാച്ചിങ് ആയിരുന്നു. അതായത് എൻഡ് ലൈനിലാണ് സിമിലാരിറ്റീസ് ഫീൽ ചെയ്തത്. ബട്ട് ഇൻറ്റേർണൽ റൈമിൽ വന്ന് ഒരു വേഴ്സ് ലൈനിൻ്റെ മിഡിലായിട്ടായിരിക്കും ഈ റൈമിങ് സ്കീം ഒക്കർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഇറ്റ് ഈസ് എ റൈം that occurs within the line of verse or between the internal phrase across the multiple lines. Okay, or ഇതിൽ വരുന്ന ആ ബിറ്റ് ഓർ വന്നിട്ട് വരുന്നില്ല, ബിറ്റ്വീൻ ദ ഇൻറ്റേർണൽ ഫ്രേസ് അക്രോസ് ദ മൾട്ടിപ്പിൾ ലൈൻസ്. അതിൻ്റെ ആവശ്യമില്ല. അത് നമ്മുടെ ഫസ്റ്റ് ലൈനിൽ തന്നെ ഇതിൻ്റെ തീം നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ റൈം ദാറ്റ് ഒക്കേഴ്സ് വിത്തിൻ ദ ലൈൻ. നമുക്ക് ലാസ്റ്റ് നമ്മൾ ഹാർഡ് റൈമും സോഫ്റ്റ് റൈമും എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? 2 ലൈനിലായിട്ട്. ഇപ്പം ഫസ്റ്റ് വേഴ്സ് ലൈനിൽ ഒരു റൈം ഉണ്ടാവും, സെക്കൻഡ് വേഴ്സിൽ ഇന്നൊരു റൈം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ എല്ലാ റൈമിങ് സ്കീമും കണ്ടുപിടിച്ചത്. പക്ഷേ ഇതിൽ വരുന്നത് സിംഗിൾ ലൈനിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് റൈമിങ് സ്കീം ഉണ്ടാവും. അതിൽ എക്സാമ്പിളായിട്ട് ഇവിടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് 2 ടൈപ്പ് ഓഫ് എക്സാമ്പിളാണിത്. ഫസ്റ്റ് വൺ, ഐ ഹാഡ് എ കാറ്റ് ഹൂ വോർ ഹാറ്റ്. അപ്പം ഇത് സിംഗിൾ ലൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ഒറ്റ ലൈനിൽ തന്നെ 2 റൈമിങ് സ്കീം നമുക്ക് കാണാൻ പറ്റും. അതിലെന്താണ്? കാറ്റും ഹാറ്റും ആണ് ഇതിൽ വരുന്ന റൈമിങ് സ്കീമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ 2 റൈമിങ് സ്കീം. ഐ ഹാഡ് എ കാറ്റ് ഹൂ വോർ ഹാറ്റ്. നമുക്ക് 2 റൈമിങ് ഒറ്റ ലൈനിൽ തന്നെ ഇതാക്കാം. അടുത്ത ഇപ്പം ഇന്നൊരു എക്സാമ്പിളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഐ സോ എ റെഡ് ബോട്ട്. അത് കഴിഞ്ഞ് കണ്ടിന്യൂഷൻ ഉണ്ട് കേട്ടോ. ഞാനത് ബിഗ് ലൈനാണ്, അപ്പം 3 ലൈനാണ്. നമ്മൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ 3 ലൈനായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഐ സോ എ ബോട്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി കണ്ടിന്യൂഷനായി ബോട്ട് മിഡിലാണ് വരുന്നത്. ജസ്റ്റ് ലൈക്ക് മൈ റെഡ് കോട്ട് അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് രണ്ടും, ഈ കോട്ടും ബോട്ടും വരുന്നത് മിഡിൽ ലൈനിലാണ്. അത് കഴിഞ്ഞൊരു കോമ ഇട്ടിട്ട് പിന്നെയും ദ പോം കണ്ടിന്യൂസ്. ഇതിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ഐ സോ എ റെഡ് ബോട്ട് ജസ്റ്റ് ലൈക്ക് മൈ റെഡ് കോട്ട്. ദിസ് ബോത്ത് ഒക്കേഴ്സ് ഇൻ ദ മിഡിൽ പാർട്ട്. അപ്പം ഇങ്ങനെയും ഉണ്ടാവാം. ഓർ സെയിം ടൈം ഫസ്റ്റ് എക്സാമ്പിൾ പോലെ ഐ ഹാഡ് എ ക്യാറ്റ് ഹു വോർ എ ഹാറ്റ്. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് റൈമിങ് സ്കീമായിട്ടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഐ തോട്ട് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ദെൻ നെക്സ്റ്റ് വന്ന അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട് in 2 or more neighboring words or the syllable in the single line or verse. ഒരു സിംഗിൾ ലൈനിൽ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിട്രീനെ കുറിച്ചാണല്ലേ. അപ്പോൾ പോയിട്രിയിൽ ഒരു പോമിൻ്റെ ഫസ്റ്റ് ലൈൻ ഇറ്റ് ഷുഡ് ബി എ ഫസ്റ്റ് വേർഡ്. ഓക്കെ, ഫസ്റ്റ് ലൈനിലെ ഫസ്റ്റ് കോൺസണന്റ് സൗണ്ട് ഷുഡ് ബി റിപ്പീറ്റിംഗ് വിത്ത് ദ നെയ്ബറിങ് വേർഡ്. തൊട്ടടുത്തുള്ള വേർഡായിട്ട്, ആ ലൈനിൽ തന്നെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു വേർഡായിട്ട് ഫസ്റ്റ് വേർഡ് റിപ്പീറ്റിംഗ് ആയിരിക്കണം. മെയിനായിട്ട് നോട്ട് ചെയ്യുക, ഫസ്റ്റ് കോൺസണന്റ് വേർഡ് സൗണ്ട് ആയിരിക്കണം റിപ്പീറ്റിംഗ്. ഫസ്റ്റ് വൺ. അത് വേറെ എവിടെന്നെങ്കിലും എടുത്ത് റിപ്പീറ്റിംഗ് ആണെങ്കിൽ അതിന് വേറെ നെയിമുണ്ട്. ഇറ്റ് ഈസ് നോട്ട് അലിട്രേഷൻ. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ദ റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട് ഇൻ 2 or more neighboring words or syllable in a single verse or line. വേഴ്സ് സിംഗിൾ ലൈനിലോ വേഴ്സിലോ കാണുന്ന ഒറ്റ ലൈനിൽ കാണുന്ന റിപ്പീറ്റേഷനാണ്. അതിന് ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫ്രീഡം ഫ്രം ദ ഫിയർ ഇസ് ദ ഫ്രീഡം. ഇതിൽ ഫസ്റ്റ് വേർഡ് വരുന്നത് ഫ്രീഡം ആണ്. ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ് ഇൻ ദ ലാസ്റ്റ് വേർഡ് ഓൾസോ. ഓക്കെ, ഫ്രീഡം ഇസ് റിപ്പീറ്റഡ് ഇൻ ലാസ്റ്റ് വേർഡ്. ഫസ്റ്റ് കോൺസണന്റ് സൗണ്ട് വരുന്നത് ഫ്രീഡം ആണല്ലേ. ഈ ലൈന് വരുന്നത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഫ്രീഡം എന്ന പോയം നമുക്ക് പഠിക്കാനുണ്ട്. സെക്കൻഡ് സെമ്മിൽ തന്നെ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററിലുള്ള ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. ഫ്രീഡം ഫ്രം ദ ഫിയർ ഈസ് ദ ഫ്രീഡം. ഓക്കെ, അപ്പം ഇതിൽ ഫ്രീഡം ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ്, സോ ഇറ്റ് ഈസ് അലിട്രേഷൻ. ഓക്കെ, ഐ തിങ്ക് ഇത് ക്ലിയർ ആണ് എന്നുള്ളത്. ഇഫ് എനി ഡൗട്ട്സ് പ്ലീസ് കമൻറ്റ് യുവർ ഡൗട്ട്സ് ആൻഡ് ലെറ്റ്സ് ക്ലിയർ ദാറ്റ്. ദെൻ ആസനൻസ്. ആസനൻസ് എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് വേർഡിൽ നിന്ന് എടുത്ത് റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇൻ കേസ് മിഡിൽ നിന്നോ എൻഡിൽ നിന്നോ എവിടെ നിന്നെങ്കിലും എടുത്ത് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി അലിട്രേഷൻ. അതിന് വേറെ പേരുണ്ട്. ആ വേറെ പേരാണ് ഈ ആസനൻസ്. ആസനൻസ് ഇസ് എ റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട് ഇൻ നിയബറിംഗ് വേർഡ്സ്. അത് എവിടെ നിന്ന് വേണമെങ്കിലും ആവാം. ഇറ്റ് ഈസ് എ റിപ്പീറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട് അല്ല, ബട്ട് വവൽ സൗണ്ട്.
വൊവൽ സൗണ്ട്സിൻ്റെ റിപ്പീറ്റേഷനാണ് ഈ ആസനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് എ റിപ്പീറ്റേഷൻ ബൈ ദ നിയർ ബൈ വേർഡ്സ്. അത് എവിടെ നിന്ന് എത്ര മിഡിൽ നിന്നാണോ എൻഡിൽ നിന്നാണോ ഇനീഷ്യലാണോ ഒന്നും പറഞ്ഞിട്ടില്ല, വൊവൽ സൗണ്ടിൻ്റെ റിപ്പീറ്റേഷൻ ആണെന്ന് മാത്രം. വൊവൽ സൗണ്ടിൻ്റെ കേട്ടോ. ഹിയർ ഐ ഹാവ് ഗിവൻ ആൻ എക്സാമ്പിൾ. ട്രൈ ടു ലൈറ്റ് ദ ഫയർ. അത് ഇവിടെ വരുന്ന ഐൻ്റെ ഒരു റിപ്പീറ്റേഷൻ നമുക്ക് ട്രൈ ടു ലൈറ്റ് ദ ഫയർ. അപ്പം ദ ഐ സൗണ്ട് ഇസ് റിപ്പീറ്റിംഗ് in the nearby words, and that is assonance. Okay, അപ്പം it is repetition of vowel sound in nearby words. മെയിനായിട്ട് ഒന്ന് ആലോചിക്കാനുള്ളൂ, ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എവിടെ നിന്നാണ് റിപ്പീറ്റിംഗ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് റിപ്പീറ്റേഷൻ ഓഫ് വൊവൽ സൗണ്ട്സ്. ദെൻ നമുക്കിപ്പം പഠിക്കാനുള്ള ബേസിക് എലമെൻറ്റ്സ് ഓഫ് പോയട്രിയിൽ, അതായത് റിതം ആ ടീമിൽ ലാസ്റ്റ് വണ്ണാണ് ഡിക്ഷൻ. ഡിക്ഷൻ എന്താണ്? ഡിക്ഷൻ ഇൻ ദ ബ്രോഡസ്റ്റ് സെൻസ് ഓഫ് ദ ടേം മീൻസ് ദ വൊക്കാബുലറി യൂസ്ഡ് ബൈ ദ റൈറ്റർ യൂസ് ചെയ്ത വൊക്കാബുലറി. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കുറേ റൈറ്റേഴ്സ് ഉണ്ട്, കുറേ പോയിറ്റ്സ് നമുക്കറിയാം. നമ്മൾ ഫസ്റ്റ് സെം മുതൽ സെക്കൻഡ് സെമ്മിക്ക് ഇപ്പം എത്തിയപ്പോൾ മുതൽ നമ്മൾ more than 5 to 6 പോയിറ്റ്സിന് നമ്മൾ പുതിയ ടേംസ് ആയിട്ടുള്ള കുറേ പോയിറ്റ്സിനെ നമ്മൾക്ക് അറിയാം അല്ലേ. ബട്ട് അവരെല്ലാവരും വൊക്കാബുലറി സെയിം ആണോ? അല്ല. ദേ യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൊക്കാബുലറി ഇൻ ദ പോയട്രി. മേ ബി വില്യം ഷേക്സ്പിയറിൻ്റെ തന്നെ കുറേ സോണറ്റ്സ് ഉണ്ടല്ലോ അല്ലേ. ആ എല്ലാ സോണറ്റിലും വില്യം ഷേക്സ്പിയർ സെയിം ടൈപ്സ് ഓഫ് വൊക്കാബുലറി അല്ല യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിഫറെൻറ്റ്. ആ പ്രസൻറ്റേഷൻ ഓഫ് പോയറ്റിൽ പോയിറ്റ് യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൊക്കാബുലറി. ഓക്കെ, ഈ ഡിക്ഷൻ എന്ന് പറയുമ്പം റൈറ്റർ യൂസ് ചെയ്ത വൊക്കാബുലറീൻ്റെ ബ്രോഡസ്റ്റ് സെൻസാണ്. അതായത് ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റൈറ്ററിൻ്റെ വൊക്കാബുലറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഡിക്ഷൻ. ഓക്കെ, അപ്പം റൈറ്റർ ക്യാൻ ബി യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൊക്കാബുലറി ഇൻ ഹാസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്. സിമ്പിൾ. അതിൽ നമുക്ക് പറയാനുള്ളത് പോയറ്റിക് ഡിക്ഷനാണ്. പോയറ്റിക് ഡിക്ഷൻ എന്ന് പറയുമ്പോൾ എ ടൈപ്പ് ഓഫ് ഡിക്ഷൻ refers to the use of vocabulary and particular arrangement of vocabulary in the poetry with the purpose of creating a particular effect. അപ്പോൾ പോയറ്റിക് ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെഫറൻസ് എന്താണെന്ന് വെച്ചാൽ യൂസ് ഓഫ് വൊക്കാബുലറി. ഡിക്ഷൻ എന്താണ്? യൂസ് ഓഫ് വൊക്കാബുലറി ഓഫ് എ റൈറ്റർ. ആൻഡ് ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്, അറേഞ്ച്മെൻറ്റ് ഓഫ് വൊക്കാബുലറി. അത് യൂസ് ചെയ്താൽ മാത്രം പോരാ, അതിനൊരു പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് വേണം അല്ലേ. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് വൊക്കാബുലറി ഇൻ ദ poetry with the purpose of creating a particular effect create ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത വൊക്കാബുലറി and the arrangement of vocabulary is called poetic diction. Poetic diction is the language of poetry. ഒരു പോയട്രീൻ്റെ ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പോയറ്റിക് ഡിക്ഷൻ. പോയറ്റിക് ഡിക്ഷൻ ആണ് എ ലൈഫ് ഓഫ് ലാംഗ്വേജ്. ഓർ ആ ഡിക്ഷൻ ബേസ്ഡ് ചെയ്തായിരിക്കും, പോയറ്റിക് ഡിക്ഷൻ വെച്ചാണ് നമ്മൾ റെഫർ ചെയ്യുക എങ്ങനെയാണ് ആ പോയട്രി അറേഞ്ച് ചെയ്തത്, എന്ത് പേർപ്പസാണ്, എന്താണ് ആ പെർട്ടിക്കുലർ എഫക്റ്റ്, വൊക്കാബുലറി എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഈ പോയറ്റിക് ഡിക്ഷനാണ്. സോ ഐ തിങ്ക് ക്ലിയർ ആണ്. വൺസ് മോർ പറഞ്ഞുതരാം. ഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ മീൻസ് ദ വൊക്കാബുലറി യൂസ്ഡ് ബൈ ദ റൈറ്റർ. ആ റൈറ്റർ യൂസ് ചെയ്ത വൊക്കാബുലറീൻ്റെ റെഫറൻസ് ആണ് ഡിക്ഷൻ എന്ന് പറയുന്നത്. ഡിക്ഷൻ്റെ ഇന്നൊരു ടൈപ്പാണ് പോയറ്റിക് ഡിക്ഷൻ. refers to the use of vocabulary and the particular arrangement of vocabulary in the poetry with the purpose of creating a particular effect. In simple, poetic diction is the language of poetry. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് യുവർ ഡൗട്ട്സ്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും. താങ്ക് യു.